സർക്കാരിതര സേവനങ്ങളുമായി ജനമൈത്രി ജനസേവന കേന്ദ്രത്തിന്റെ പുതിയ ഓഫീസ് പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപത്തുള്ള 1ാം നിലയിൽ പ്രവർത്തനം ആരംഭിച്ചു. പഞ്ചായത്ത്, വില്ലേജ്, പാസ്പോർട്ട്, മോട്ടോർ വാഹന സേവനങ്ങൾ, +1 ഡിഗ്രി രജിസ്ട്രേഷനുകൾ, പോലീസ് ക്ലിയറൻസ്, ഗ്രാന്റ് സ്കോളർഷിപ്പുകൾ, ക്യാമറ ഫൈൻ, പോളി അഡ്മിഷൻ, ഫോട്ടോസ്റ്റാറ്റ്, ലാമിനേഷൻ തുടങ്ങിയ എല്ലാവിധ ഓൺലൈൻ വർക്കുകളും ജനമൈത്രി ജനസേവന കേന്ദ്രം നിങ്ങൾക്കായി പ്രദാനം ചെയ്യുന്നു. ജനമൈത്രി ജനസേവന കേന്ദ്രം പഞ്ചായത്ത് ഓപ്പൺ ഓഡിറ്റോറിയത്തിന് സമീപം, ചേലക്കര. ഫോൺ 8078053725 9048663725. ചേലക്കര തോന്നൂർക്കര ജനവാസ മേഖലയിൽ വീണ്ടും കാട്ടാന ഇറങ്ങി. തോന്നൂർക്കര പ്ലാന്റേഷൻ ഭാഗത്ത് ഇന്നലെ രാത്രി 10:30ഓടെയാണ് കാട്ടാനയെ വീടിന് സമീപത്തായി വീട്ടമ്മ കണ്ടത്. ഞാനാണ് ഇന്നലെ രാത്രി കണ്ടത്. ഞാൻ നായ കുരയ്ക്കുന്ന കേട്ടപ്പോൾ ടെറസിൻ്റെ മുകളിൽ കയറി ടോർച്ച് അടിച്ച് നോക്കിയപ്പോഴാണ് കണ്ടത്. അവിടെ നിൽക്കില്ലായിരുന്നു. പിന്നെ ഇങ്ങനെ ഇറങ്ങി റോഡിലേക്ക് അങ്ങനെ പോവുക ചെയ്തു. 2 കുട്ടികളുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തു തരണം. ഇവിടെ ലൈറ്റും കാര്യങ്ങളും ഒന്നുമില്ല. പുലർച്ചെ 2:30ഓടെ പ്രദേശത്തെ മറ്റൊരു വീടിന് സമീപത്തായും കാട്ടാനയെ കണ്ടതായി പറയുന്നു. നായ്ക്കൾ കുരയ്ക്കണ കേട്ടു. അത് കുരയ്ക്കണായിട്ട് നോക്കണ സമയത്ത് ആന വന്ന് നിൽക്കുകയാണ്. പിന്നെ 2:30 വന്നിട്ട് 3:15 പോയത് വീട്ടിൽ നിന്ന്, മുറ്റത്തുനിന്ന്. പ്രദേശത്ത് ഇടയ്ക്കിടെ കാട്ടാനയെ കാണുന്നതിൽ ഭീതിയിലാണ് പൊതുജനം. രാത്രിയൊക്കെ ഇവിടുന്ന് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണതാണ് ജോലി കഴിഞ്ഞിട്ട്. അപ്പോൾ അവർക്ക് ഒന്നും കാണാനും പറ്റില്ല, ആന ഇറങ്ങിയിട്ടുണ്ടോ എന്താണെന്ന്. ഇന്നലെ ഒരു ആള് ജോലി കഴിഞ്ഞ് വരുമ്പോൾ നേരെ ഇവിടെ ആന നിൽക്കുന്നുണ്ടായിരുന്നു. ആൾ ഇതുവരെ വന്നിട്ട് ഹെഡ്ലൈറ്റ് സ്പീഡിൽ കൂട്ടിയപ്പോൾ മാത്രമാണ് കണ്ടത്. അല്ലെങ്കിൽ കാണില്ലായിരുന്നു. നേരെ ആനയുടെ മുന്നിൽ വന്ന് പെട്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും ഇവിടെ മുകളിൽ നിന്ന് വിളിച്ച കാരണം ആ ചേട്ടൻ ഇവിടെ വണ്ടി നിർത്തി. സ്ട്രീറ്റ് ലൈറ്റ് ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് വേണം. നല്ല സ്ട്രീറ്റ് ലൈറ്റാണ്. ഈ ഭാഗത്ത് എവിടെയും കത്തുന്നില്ല. രാത്രി ഫുള്ള് ഇരുട്ടാണ്. ഒരു അന്തവും കിട്ടില്ല നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞു. നമുക്കിവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതാണ് ഭയങ്കര പ്രശ്നം. കാരണം നമ്മൾ ഈ വഴിക്ക് വരുമ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ വഴിയിൽ ലൈറ്റ് ഇല്ല. അതിൻ്റെ പ്രശ്നം. പിന്നെ ഫുള്ള് തൊണ്ട പിടിച്ച് കിടക്കുന്നത് ഒരു പ്രശ്നമാണ്. പിന്നെ ഇതിനൊക്കെ നടപടി ഉണ്ടാവും വിചാരിക്കും. സുരക്ഷ വേണം. ഇവിടെ നാട്ടിൽ നടക്കാനും പുറത്തേക്ക് ഇറങ്ങാനൊന്നും വയ്യ. 6 മണി 7 മണി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. കുട്ടികളും മക്കളുള്ള ചെറിയ കുട്ടികളുടെ വീടൊക്കെയാണ്. അപ്പോൾ കാടും വീട് നാടും റോഡൊക്കെ ഒരുപോലെയാണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. അപ്പോൾ ഈ പൊന്തയും കാടൊക്കെ ഒന്നും ഒഴിവാക്കാൻ പറ്റില്ല. എന്നാലും സുരക്ഷ വേണം ഞങ്ങൾക്ക്, അത്രേ പറയുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വാർഡിൽ മാത്രമല്ല, വിവിധ പ്രദേശത്ത് മുഴുവൻ ചേലക്കര പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ ആന ഇറങ്ങിയിട്ടൊരു സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിന് മേലെ ഈ ഭാഗങ്ങൾ കാണുന്നത് കാടും നാടും ഒരേപോലെയാണ്. അപ്പോൾ അവരുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഉള്ള മുതലാളിമാരാരായാലും അത് ഒന്നിച്ച് JCB കൊണ്ടുവന്ന് വെളിച്ചാക്കിയിട്ട് കാടിൻ്റെ പോലെ അല്ലാതെ നാഴായിട്ട് തന്നെ മാറ്റണം. പിന്നെ 2 ജീവൻ പെട്ടെന്ന് ഒരു തലനാര ഇഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. അത് ഭയങ്കര ഒരു അപകട ഭീതി തന്നെയാണ്. അത് പഞ്ചായത്ത് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഞങ്ങൾ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് പെട്ടെന്ന് തന്നെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റിൻ്റെ രൂപത്തിൽ നല്ലൊരു ലൈറ്റ് ഇട്ടാലാണ് ഇവിടെയുള്ള ഈ 9 കുടുംബങ്ങളും പിന്നെ 4 വീട് അപ്പുറത്തുണ്ട്. അങ്ങനെ 14 കുടുംബങ്ങളുള്ള പ്രദേശമാണ്. അവർക്ക് എന്നും ഭീഷണിയാണ്. അവർക്കിപ്പോൾ ഈ സ്ഥലം വീടും വിറ്റ് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അവരിയ്ക്കുന്നത്. പിന്നെ ലൈറ്റ് പ്രസിഡന്റ് പെട്ടെന്ന് തന്നെ തരാമെന്നുള്ളതും ഞങ്ങൾ ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ എല്ലാ സഹായങ്ങളും ഈ ഭാഗത്തുള്ളവർക്ക് ഞങ്ങൾ നല്ലൊരു ധൈര്യവും സപ്പോർട്ടും നൽകുകയാണ്. പിന്നെ ഈ പൂളമരം മുറിക്കുന്നതിനെക്കുറിച്ചും പെട്ടെന്ന് തന്നെ അതിനൊരു പരിഹാരം ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള പ്രദേശവാസികളോട് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾ എന്തായാലും പെട്ടെന്ന് തന്നെ ഞങ്ങൾ അതിൽ നടപടി എടുക്കും.